ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാൻകട്ടയാണ്, അഥവാ നാൻകട്ടായി. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ബട്ടർ, ഏകദേശം ഒരു 100 ഗ്രാം ഞാൻ എടുത്തിട്ടില്ല, ഒരു 90 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിൽ ഉള്ള ബട്ടറാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇനി ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ശരിക്കും നാൻകട്ടയ്ക്ക് നെയ്യാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ബട്ടർ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നെയ്യാണെങ്കിൽ ഇതേ അളവിന് തന്നെ 1/2 കപ്പ് നെയ്യ് ഉപയോഗിക്കാം. ഡാൽഡ വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്നാലും ഡാൽഡയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഡാൽഡ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത്ര ടേസ്റ്റി ആവില്ല. ആദ്യം നമുക്ക് ഈ ബട്ടർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നെയ്യാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ പഞ്ചസാരയും നമ്മുടെ ബട്ടറും കൂടി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഏകദേശം ഒരു 2-3 മിനിറ്റ് എങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഏതെങ്കിലും മതിയാവും. കണ്ടോ, നന്നായിട്ട് ഞാനൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്ക പൊടിയാണ്. നമ്മുടെ ഏലക്കയുടെ കുരു എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരു കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തല്ലിയെടുത്താൽ മതി. 1/2 ടീസ്പൂണാണ് നമുക്ക് ഏലക്ക പൊടിച്ചത് വേണ്ടത്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തോളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അത് നമുക്കൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ഇട്ട് കൊടുക്കാം. കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് അരിച്ച് ഇതിലേക്ക് ഇടുക. എന്നതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മുടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതുപോലെ കടലമാവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ കടലമാവിന് പകരം നമുക്ക് റവയും ഇതിന് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ബട്ടറിൻ്റെ ആ കൂട്ടിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് ഇതിൽ വെള്ളം ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ച് എടുക്കാം. നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇതേ അളവിന് തന്നെ നിങ്ങൾ എല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ ഞാൻ കുഴച്ചെടുത്തു. കുഴച്ചതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ഒരു ഡോ റെഡിയാക്കി എടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഈ സർഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത സർഫേസാണിത്. നമുക്ക് നമ്മുടെ ഡോ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി മാവിട്ടിട്ട് വെച്ചാൽ പെട്ടെന്ന് ഇളവി കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മെല്ലെ മെല്ലെ വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. വിട്ട് വിട്ട് വരും, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. മെല്ലെ മെല്ലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മളെ ഈ ചപ്പാത്തി റോളറിൽ കുറച്ച് ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ പരത്തുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് കട്ട് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ അടപ്പ് എന്തെങ്കിലും എടുക്കുക. അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് പയ്യെ വേണം ഒന്ന് ഇളക്കിയെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫ്ലോർ ഇട്ടിട്ടില്ലായിരുന്നു. നിങ്ങൾ കുറച്ച് മാവ് ഈ സർഫേസിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് പെട്ടെന്ന് ഇളകി കിട്ടും. ഇതുപോലെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് വേണം പരത്താൻ വേണ്ടിയിട്ട്. കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് പ്രസ് ചെയ്ത് ഒന്ന് പരത്തുക. എന്നതിന് ശേഷം നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒരു ഡോ റെഡിയാക്കി എടുത്തിട്ട് വീണ്ടും ഇതുപോലെ പരത്തി ബാക്കിയുള്ളതെല്ലാം ഇതേ ഷേപ്പിന് നമുക്ക് ആക്കി എടുക്കാം. ചെറിയ കുപ്പി ഗ്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് അമർത്തി ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകമായിട്ട് കട്ടറൊന്നും വേണ്ട. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അടുത്തതായിട്ട് നമുക്കിത് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ബട്ടർ പേപ്പർ നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ടിന്നിൽ തന്നെ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിൻ്റെ മുകളിലാണ് ഈ നമ്മുടെ ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാതെയും നമുക്ക് ചെയ്യാം. ബട്ടർ ഇതിനുള്ളിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്ലോർ ഇതിനുള്ളിൽ ഇട്ടിട്ട് ഫുള്ളായിട്ട് തട്ടിയെടുക്കുക. അന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ നാൻകട്ട ഓരോന്നും ഇതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിൻ്റെ മുകളിലാണിപ്പോൾ ബട്ടർ തേച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ നാൻകട്ട ഓരോന്നും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിലും ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. അതുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് നാൻകട്ട മൊത്തവും അടുക്കി വയ്ക്കാം. വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. മുട്ട ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കരുത്. മുട്ടയുടെ മഞ്ഞയാണ് നമുക്ക് വേണ്ടത്. അത് മുട്ടയുടെ മഞ്ഞ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെക്കുകയാണെങ്കിൽ നല്ലൊരു ഗോൾഡൻ നിറം ഇതിൻ്റെ മുകളിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വെക്കാനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പർ ഇട്ടിട്ട് നാൻകട്ട മൊത്തവും അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ നിറം കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഓവനിൽ ബേക്ക് ചെയ്യുന്നത് ഞാൻ പറയാം. OTG ഓവനാണെങ്കിൽ ആദ്യം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി തന്നെ പ്രീ ഹീറ്റ് ചെയ്തോളൂ. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത OTG ഓവനിലേക്ക് ഇത് വെച്ചതിന് ശേഷം ടെമ്പറേച്ചർ കുറയ്ക്കുക. 170 ഡിഗ്രി സെൽഷ്യസിൽ വേണം പിന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 15 മുതൽ ഒരു 25 മിനിറ്റ് വരെ നമുക്ക് നോക്കാം. നല്ലൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. OTG ഓവൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ കൺവെക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ആദ്യം നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു 200 ഡിഗ്രിയിൽ തന്നെ അങ്ങ് പ്രീ ഹീറ്റ് ചെയ്തോളൂ. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ആണ് നമുക്ക് കൺവെക്ഷൻ ഓവനിലൊക്കെ ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിതെന്തായാലും ബേക്ക് ചെയ്യാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടെമ്പറേച്ചറിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം കുറച്ച് വയ്ക്കാൻ മറക്കരുത്. ഒരു 180 ഡിഗ്രിയിൽ നിങ്ങൾ ബേക്ക് ചെയ്യാൻ പാടുള്ളൂ. OTGയിലാണെങ്കിൽ 170 ഡിഗ്രിയിൽ. അടുത്തതായിട്ട് ഞാൻ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ പോണത് ഇഡലിക്കുട്ടുവത്തിലാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു റിങ് ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. ഇനി നമ്മുടെ നാൻകട്ടയുടെ ബേക്കിംഗ് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് ബേക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്യുക. നാൻകട്ടയ്ക്ക് നല്ല പ്രീ ഹീറ്റ് ചൂടായി കിടക്കുന്ന ഓവനിൽ അല്ലെങ്കിൽ ആണ് നമുക്കിത് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 5 മിനിറ്റ് ഞാൻ നന്നായിട്ട് ചൂടാക്കിയ ഇഡലിക്കുട്ടുവാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാൻകട്ടയുടെ ടിന്ന് ഇറക്കി വയ്ക്കാം. എന്നതിന് ശേഷം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേണം ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ടൈം ഇച്ചിരി കൂടി പോയിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം ഇത് ബേക്ക് ആയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നാൻകട്ട ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. കുറച്ച് ടൈം ഇച്ചിരി കൂടിപ്പോയത് കൊണ്ടാണ് ഇതുപോലെ ഇച്ചിരി നല്ലൊരു ഗോൾഡൻ നിറമായി പോയത്. അപ്പോൾ ഇടയ്ക്ക് ഒരു 25 മിനിറ്റ് ആകുമ്പോഴേ നിങ്ങൾ നോക്കുക. നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വെക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ എന്തായാലും നമ്മുടെ നാൻകട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ക്രിസ്പിയാണ്. ശരിക്കും നല്ല മണവുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടണിൽ അമർത്തി എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.